5 വർഷം മുൻപ് മരിച്ച അച്ഛന്റെ ഡയറി കുറിപ്പുമായി മകൻ നിയമ പോരാട്ടത്തിനിറങ്ങുന്നു. കടയ്ക്കൽ ഇട്ടിവ താണപ്പാറ അമ്പാടി ഹൌസിൽ മിഥുൻ സി സേനനാണ് പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. അച്ഛന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPI ജില്ലാ കമ്മിറ്റി അംഗം JC അനില ആണെന്നാണ് ആരോപണം. അനിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പും മാനസിക പീഡനവുമാണ് പിതാവ് ജീവനൊടുക്കാൻ കാരണമെന്ന് മിഥുൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. KSFE ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന ചന്ദ്രസേനൻ 2020 കടബാധ്യത കാരണം ജീവനൊടുക്കിയത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ വീടിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനായിട്ട് ഒരു വലിയൊരു തടി അലമാരിയുണ്ട്. അതൊന്ന് ചരിച്ചിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുള്ളിലായിട്ട് ഒരു പൊള്ളയായ ഭാഗത്ത് ഇത് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് വ്യക്തമായ അത് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. അതിൽ തുടക്കം തന്നെ പറയുന്നത് ഞാൻ ഏറ്റവും വിശ്വസിച്ചിരുന്ന JC അനിൽ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡയറിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അതിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കിടക്കുന്ന എന്നെ വിളിച്ചുണർത്തി ലോണ് തരാമെന്ന് ആവശ്യപ്പെടുകയും പ്രോപ്പർട്ടിയുടെ ആധാരങ്ങളുമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ലോൺ പാസ്സാക്കി തരാമെന്ന് പറയുക. അങ്ങനെ ചെന്ന അച്ഛന് അതിൽ ചെറിയ എമൗണ്ടിന് അച്ഛൻ വെച്ച ലോണുകൾക്ക് മുകളിൽ വലിയ എമൗണ്ട് എഴുതി കയറ്റി അങ്ങനെ പണം കവർ ചെയ്യുകയായിരുന്നു. അതല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ധാരാളം പണങ്ങളും പാർട്ടി ഫണ്ട് എന്നുള്ള പേരിലും എല്ലാം അദ്ദേഹം നമ്മുടെ വീട്ടിൽ നിന്ന് ധാരാളം പണം അപഹരിച്ചിട്ടുണ്ട്. ബാങ്കിൽ ഞാൻ അന്വേഷിച്ചില്ല. ബാങ്കിൽ എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 21 ലക്ഷത്തോളം രൂപ ഞാനിപ്പം ബാങ്കിൽ അടയ്ക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയും കൂടി ജപ്തി നടപടികളിലേക്ക് പോകും എന്നാണ് ബാങ്കിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തുകകളൊന്നും ഞങ്ങൾ എടുത്തതോ ഞങ്ങൾ അനുഭവിച്ചതോ അല്ല. ഇദ്ദേഹം എടുത്ത് അനുഭവിച്ചിട്ട് അത് നമ്മുടെ ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എഴുതിയ ഡയറി ആത്മഹത്യയ്ക്ക് ശേഷം ഇപ്പോഴാണ് മകന്റെ കയ്യിൽ ആ ഡയറി കിട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതിയുമായി മകൻ പോയി കഴിഞ്ഞോ? എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് എന്നത് പ്രധാനമാണല്ലോ. വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ഡയറി ഒരു തെളിവായി പോലീസ് സ്വീകരിക്കുന്നുണ്ടോ? സ്മൃതി, 2020 ചന്ദ്രസേനൻ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് കടബാധ്യത കാരണമായിരുന്നു ആത്മഹത്യ. അദ്ദേഹം KSFE ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്നു. ഭാര്യ ദൂരദർശനിൽ ജോലി ചെയ്യുന്ന ആളാണ്. സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള കുടുംബമായിരുന്നു. പക്ഷേ JC അനിലുമായിട്ടുള്ള സൗഹൃദമായിരുന്നു. പിന്നീട് തനിക്ക് ഒരു ലോൺ തരാം, വായ്പ തരാമെന്ന് പറഞ്ഞ് വീടിൻ്റെ ആധാരം പണം വെക്കുന്നു. ഒരു അമ്മാവനിൽ നിന്ന് വാങ്ങിയ ആധാരവും കൊണ്ടുപോയി ബാങ്കിൽ വെച്ചു. തുച്ഛമായ പണം മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു എന്നാണ് ഈ കുടുംബം പറഞ്ഞത്. പക്ഷേ പിന്നീട് അത് വലിയ കടബാധ്യതയായി. തന്നെ JC അനിൽ വഞ്ചിച്ചു എന്നാണ്. കാരണം സഹോദരനെ പോലെ കണ്ട JC അനിൽ തന്നെ വഞ്ചിച്ചു എന്നുള്ള ഡയറി കുറിപ്പാണ് ഇപ്പോൾ 5 വർഷത്തിന് ശേഷം വീട് അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ ആ തടിയലമാരയ്ക്കുള്ളിൽ നിന്ന് ഈ ഡയറി കുറിപ്പ് കിട്ടുന്നത്. ഈ ഡയറി കുറിപ്പിൽ CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ JC അനിലിൻ്റെ പേര് പരാമർശിച്ച് കണ്ടതോടുകൂടി തന്നെയാണ് ഇവർ മുഖ്യമന്ത്രിക്കും DGPക്കും ഒപ്പം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിനടക്കം പരാതി നൽകുകയും ചെയ്തു. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറഞ്ഞതിന് ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഡയറി യഥാർത്ഥത്തിലുള്ള ഈ ചന്ദ്രസേനൻ്റെ കൈപ്പടി തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നടപടിയുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ്. മകൻ പറയുന്നത് അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവനെ ശിക്ഷിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയത്. പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി, ശരി. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.